ഹലോ, ആര്യാണേ. ഇന്ന് നമ്മുടെ മുടി പെട്ടെന്ന് വളരാൻ വീട്ടിലൊരു ഒറ്റ സംഭവം കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ സിറം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഇത് പെട്ടെന്ന് തയ്യാറാക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ അതിനു മുമ്പേ ഒരു തെളിവ് പറഞ്ഞുതരാം. എൻ്റെ തലയോട്ട് ഈ ഭാഗം കാണുന്നില്ലേ, ആ ഭാഗത്ത് കുറച്ച് നാൾ മുമ്പ് തല തെളിഞ്ഞ് കാണാവുന്ന രീതിയിലായിട്ട് ഹെയർ പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ ഒരു മാസത്തോളം അടുപ്പിച്ച് യൂസ് ചെയ്തപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര വിശ്വാസത്തോടു കൂടി ഇത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് കണ്ടോ, ഓൾറെഡി എനിക്ക് അത്യാവശ്യം നീളമുള്ള ഹെയർ ആണ്. അതിൻ്റെ കൂടെ ചില ഭാഗങ്ങളിൽ മുടി പോകുന്ന സമയത്താണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആരീസ് ഹെയർ കെയർ ഹെർബൽ ഓയിലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, നമ്മൾ നിങ്ങളിലേക്ക് ഓയിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ കഥകളൊന്നും കൂടുതൽ പറയാണ്ട് നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സംഭവം എന്താണെന്ന് പറഞ്ഞു തരാം. 2 ടേബിൾ സ്പൂൺ ഉലുവ എടുക്കുക. ഉലുവ ഇല്ലാത്ത വീടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇതൊന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. രാത്രി വെള്ളം ഒഴിച്ചിട്ട് രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയേറെ നല്ലതാണ്. എടുക്കുന്നതിന് മുമ്പായിട്ട് നല്ല രീതിക്ക് കഴുകിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി രാവിലെ എടുത്താൽ മതി. രാവിലെ എടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ തിളപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അതായത് ഒരു 2 ഗ്ലാസ് വെള്ളത്തോളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പണ്ട് മുതലേ മുത്തശ്ശിമാർ മുതൽ നമ്മുടെ തലയോട്ടിയിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് ഈ ഉലുവ. ഉലുവയിൽ ഒരുപാട് പ്രോട്ടീൻസുകളൊക്കെ ഉണ്ട്. ഇത് അധികം വിലയില്ലാത്തതും എളുപ്പം തയ്യാറാക്കി വെക്കാവുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഗുണം കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കാം കേട്ടോ. കുതിർന്നതിലൊക്കെയാണ് നമ്മളിത് ചെയ്യേണ്ടത്, അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത്. ഇനി നല്ല രീതിക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോഴേക്കും ഒന്ന് വേവുക. ഒരു 5 മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉലുവയിലുണ്ടാവുന്ന എല്ലാ സത്തും നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങും. കണ്ടില്ലേ, ഇതേപോലെ ഇറങ്ങി ഒന്ന് നമുക്ക് ആ വെള്ളം മാത്രം കിട്ടുന്ന രീതിയിലേക്ക് വേണം. ആ ഉലുവയുടെ എല്ലാ ഒരു സത്തുക്കളും വൈറ്റമിൻസും ഒക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെക്കാം. അന്നേരം തണുത്ത് കിട്ടുമല്ലോ. തണുത്ത് കിട്ടുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത്. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു തുണിയിലോ അരിപ്പയിലോ വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളവും ആ സത്തും മാത്രം നമുക്ക് ആവശ്യം. ആ ഒരു രീതിയിലേക്ക് നമ്മളിത് പിഴിഞ്ഞെടുക്കുക കേട്ടോ. പറ്റുമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ച് പിഴിഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഒരു വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള 2 ഡ്രസ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം കേട്ടോ. വളരെ റേറ്റ് കുറവും അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡും ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്. ഇതിൻ്റെ കളർ വന്നിട്ട് അടിപൊളിയാണ്, മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഷോളാണ്. കുറവെന്നല്ല പറയണത്, നല്ല ഭംഗിയുണ്ട്. അത് നെറ്റ് ടൈപ്പ് ഷോളിനകത്ത് ലേസാണ് വന്നേക്കുന്നത്. അതിൽ കുറവൊന്നും പറയാനില്ല, സൂപ്പറാണ്. ഇതിൻ്റെ വർക്കുകളൊക്കെ അമേസിങ് ആണ്. വലിയ റേറ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു സെറ്റ് ചുരിദാറാണ് ഈ ഒരു കുഞ്ഞു റേറ്റിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 2 എണ്ണം ഞാൻ ബുക്ക് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ വർക്കൊക്കെ തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വർക്ക് കണ്ടോ. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിലും പെട്ടെന്നൊരു ഒരു പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ ഈ കളറിനോടൊരു പ്രത്യേക ഇഷ്ടമുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ആ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കയ്യിലൊരു അത്യാവശ്യം വീതിയുള്ള ഒരു ലേസും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ സൈഡിൽ നല്ല രീതിക്ക് ഒരു വർക്കും ഒക്കെ ഉണ്ട്. പാൻറ്റ് വന്നിട്ട് നല്ലൊരു ലൂസിൽ സാധാ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റാണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് അടുത്തതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കോട്ടൺ ചുരിദാറാണ്. ഇത് ചില ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമാകും, പക്ഷേ എനിക്കിത് വന്നിട്ട് അത്ര ഇഷ്ടമായില്ല. ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ ഷോളും ഒക്കെ നല്ലതാണ്. എന്തോ എനിക്ക് ഈ ബാക്കൊക്കെ നല്ല രീതിക്ക് ഇറങ്ങിയതുപോലെ തോന്നിയത് കൊണ്ട് ഞാൻ അത്ര ഇറക്കമുള്ള ബാക്ക് ഇറക്കിയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായില്ല. സ്റ്റിച്ചിങ് നല്ലതാണ്, വർക്കും കാര്യങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്കിതിൻ്റെ ആ ഒരു ബാക്ക് ഇറങ്ങിയതും പിന്നെ ഒരു നിഴലടിക്കുന്നത് പോലെയൊക്കെ തോന്നി. കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ടാണേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി കൂടുതൽ കഥ പറയാണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം.
അപ്പോൾ നമുക്ക് നമ്മുടെ ഉലുവയുടെ ആ ഒരു സത്തും സംഭവങ്ങളൊക്കെ നല്ല രീതിക്ക് പിഴിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് എടുത്തു വെക്കാം കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഞെരടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഈ പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് ആവശ്യം. രണ്ടും വേണം. നമ്മൾ ആ ഒരു പിഴിഞ്ഞെടുത്ത ചണ്ടിയും വേണം, ഉലുവ വേവിച്ചതില്ലേ അതും വേണം, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളവും വേണം. അപ്പോൾ ഞാൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു വെള്ളമാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്തത് ഞാനിപ്പോൾ ഒരു ബോട്ടിലിനകത്തേക്ക് മാറ്റുന്നുണ്ട്, ഒരു സ്പ്രേ ബോട്ടിലിനകത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ വരെ നമുക്ക് കേട് കൂടാതെ ഉപയോഗിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അലോവേറ ജെല്ല് ഉപയോഗിക്കാം, ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ അതിനകത്തേക്ക് ജെല്ലുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സിമ്പിളായിട്ട് ഉലുവയുടെ വെള്ളം മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇനി ബാക്കി വരുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയുടെ ആ ഒരു വേവിച്ചിട്ടുള്ള ചണ്ടിയാണ്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കണമെന്നില്ല. കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിക്കാം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതൊരു എന്താ പറയുക, തലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാസ്ക് അല്ലെങ്കിൽ ഒരു ഷാമ്പൂവിനൊക്കെ പകരം ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമായിട്ടൊക്കെ നമുക്കിതിന് ഉപയോഗിക്കാം. ഇതേപോലെയാണ് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുള്ളത്, കണ്ടില്ലേ? ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. സോപ്പിനും ഷാമ്പൂവിനും ഒക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് 10-15 മിനിറ്റ് നമ്മൾ തലയോട്ടിൽ വെച്ചതിന് ശേഷം പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. എണ്ണയൊക്കെ പോയി അഴുക്കൊക്കെ പോയി താരനും തലയോട്ടിയൊക്കെ ക്ലീൻ ആകാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഇത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇങ്ങനെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം തലയിലേക്ക് അപ്ലൈ. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതല്ല, നമ്മൾ ഹെയർ സിറത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെയർ സിറം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഹെയർ സിറം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ രീതിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് പിന്നിയിട്ടിട്ട് കിടക്കാം, അല്ലെങ്കിൽ കെട്ടി വെച്ചിട്ട് കിടക്കാം. നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനിയിപ്പോൾ വല്ല തുമ്മലോ അലർജിക് പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ തോന്നും, പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു മസാജൊക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഇനി ഇതും പറ്റില്ല എന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷവും ഉലുവയുടെ സ്മെല്ലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷവും ഇത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തലയോട്ടിയിലാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം തലയോട്ടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമലി നമ്മൾ പച്ചവെള്ളത്തിൽ നല്ല രീതിക്ക് കഴുകി കളയാം കേട്ടോ. എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്തതിന് മുമ്പ് തലയിൽ കുറച്ച് ഒരു 2-3 തുള്ളി ഒന്ന് അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്നൊരു ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. എന്നാലും ഇതുപോലുള്ള നല്ല വീഡിയോസ്, നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ താങ്ക് യു.